الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وَلَقَدْ فَتَنَّا الَّذِينَ مِنْ قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമികമായി താൻ സ്വീകരിച്ച നിലപാട് 100% സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലും അതിന്റെ വക്താവായി രംഗത്തു വരാൻ സാധിക്കാത്ത പലരും നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ട്. അതൊരു വ്യക്തി എന്നുള്ള നിലക്ക് ചിന്തിക്കുമ്പോൾ അയാളെ ബാധിക്കുന്ന ചില ചിന്തകൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നതാണ്. അത് കുടുംബത്തിൽ, മഹല്ലിൽ, തന്റെ സൗഹൃദങ്ങളിലൊക്കെ ഇത് സത്യമാണ്, പക്ഷേ ഞാൻ ഒറ്റപ്പെടുമെന്ന ഒരു വല്ലാത്ത വേവലാതി ചില ആളുകളെ ഉൾവലിക്കാൻ കാരണമായി തീരാറുണ്ട്. മറ്റൊന്ന്, താൻ ഉൾക്കൊണ്ട സത്യത്തിന് സ്വീകാര്യത ലഭിക്കാതെ താൻ നിരാശനാകേണ്ടി വരുമോ എന്ന ചിന്തയും മുന്നോട്ട് വരാൻ ആളുകൾക്ക് തടസ്സമായി നിൽക്കാറുണ്ട്. ഒരു സമുദായം എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ 100% ദീനിൽ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലും നമ്മൾ ന്യൂനപക്ഷമാണെന്ന ഭീതിയും പലരെയും വേട്ടയാടാറുണ്ട് എന്നതാണ് സത്യം. എന്നാൽ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അറിയുക, സത്യവും അസത്യവും റഹ്മാനായ റബ്ബ് വേർതിരിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യത്തിന്റെ വക്താക്കൾ എത്ര കുറവായിരുന്നാലും അതിന് ആത്യന്തികമായ വിജയം റഹ്മാനായ റബ്ബ് നൽകുക തന്നെ ചെയ്യും. അതൊരു പ്രദേശത്തെ ഒരു വ്യക്തിയാണെങ്കിലും, ഒരു നാട്ടിലെ ഏതാനും സാധു മനുഷ്യരാണെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ കൂടെയാണ് നാം നിലകൊള്ളുന്നത് എങ്കിൽ അല്ലാഹു അതിനെ വിജയിപ്പിക്കും എന്നത് റഹ്മാനായ റബ്ബ് ഈ ഭൂമി ലോകത്ത് നാളിതുവരെ നടത്തിയിട്ടുള്ള അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ്. ഇക്കാര്യം നിരന്തരമായി ഓർമ്മപ്പെടുത്തുവാനാണ് പരിശുദ്ധ റമദാനിൽ നടന്ന, റമദാൻ 17 നടന്ന ബദർ യുദ്ധത്തെ അല്ലാഹു ഇനി വരുന്ന ദിനങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
അതിൽ വളരെയധികം ഗുണപാഠമുണ്ട് ബദറിൽ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ്, ആയത്താണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന്റെ അന്തിമ വിജയമായിരുന്നു ബദർ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടത് നമ്മളാണ്. വിജയം നൽകേണ്ടവൻ അള്ളാഹുവാണ്. നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഖദ് കാന ലക്കും ആയത്തുൻ ഫി ഫിഅത്തൈൻ ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ഖദ് കാന ലക്കും നിങ്ങൾക്കുണ്ട് ആയത്തുൻ ഫി ഫിഅത്തൈൻ ഇൽതഖത, രണ്ടു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നു. വ ഉഖറാ കാഫിറത്തുൻ, രണ്ടാമത്തെ വിഭാഗം സത്യനിഷേധികളായിരുന്നു. ആ സത്യനിഷേധികൾക്ക് യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, തങ്ങളുടെ ദൃഷ്ടിയിൽ അവർ തങ്ങളുടെ ഇരട്ടിയുണ്ടെന്ന് അവർക്ക് അള്ളാഹു തോന്നിപ്പിച്ചു. മുസ്ലിമീങ്ങൾ തങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയുണ്ട് എന്നവർക്ക് തോന്നി. വല്ലാഹു യുഅയ്യിദു ബിനസ്രി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം കൊണ്ട് പിൻബലം നൽകും. മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വകതിരിവുള്ളവർക്ക് ഈ വിഷയത്തിൽ അള്ളാഹു ഗുണപാഠവും നൽകിയിട്ടുണ്ട് എന്ന് റഹ്മാനായ റബ്ബ് ബദർ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സത്യവും അസത്യവും വേർതിരിക്കപ്പെടാൻ ചില കാരണങ്ങൾ, നിമിത്തങ്ങൾ ഉണ്ടാകും. അതിൽ ശ്രേഷ്ഠമായൊരു നിമിത്തമായിരുന്നു അത് എന്ന് ബദറിനെ കുറിച്ച് പറഞ്ഞു. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിനമായിരുന്നു അത്. യൗമൽ തഖൽ ജംആൻ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിനം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, അല്ലാഹു ആരെയാണ് സഹായിക്കുക, ആരെയാണ് സഹായിക്കുവാൻ ബാധ്യത ഏറ്റിട്ടുള്ളത്? വകാന ഹഖ്ഖൻ അലൈനാ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, നാം സത്യമായും യാഥാർത്ഥ്യമായും ഏറ്റിരിക്കുന്നു. എന്ത്? നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്ന വിഷയം അള്ളാഹു ഏറ്റ വിഷയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു എന്ന തോന്നൽ വിശ്വാസികളെ നമുക്കുണ്ടാവാൻ പാടില്ല. മഹാഭൂരിപക്ഷം ശിർക്കും ബിദ്അത്തും ദീനിലില്ലാത്തതും ചെയ്യുമ്പോൾ ഒരു നാട്ടിൽ, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു പ്രദേശത്ത് നാം ഒറ്റപ്പെട്ടു പോകും എന്ന തോന്നൽ കൊണ്ട് ഉള്ളിലേക്ക് വലിയേണ്ടതില്ല. ബോധ്യപ്പെട്ട സത്യത്തെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം. ദുഃഖിക്കാൻ പാടില്ല, ദൗർബല്യം കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ട് ദുഃഖിക്കാനും പാടില്ല, അതിന്റെ പേരിൽ ദൗർബല്യം കാണിക്കാനും പാടില്ല. വലാ തഹിനൂ വലാ തഹ്സനൂ, അല്ലാഹുവിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. വലാ തഹ്സനൂ വലാ തഹിനൂ, നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത്. വലാ തഹ്സനൂ, അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. കാരണം വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് യഥാർത്ഥമായി ഉന്നതന്മാർ, ഔന്നിത്യമുള്ളവർ. ഏറ്റവും തലയെടുപ്പോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അനന്തരാവകാശികൾ നിങ്ങളാകുന്നു എന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുന്നുണ്ട്. ഇനി എണ്ണക്കുറവും എണ്ണക്കൂടുതലുമാണോ? അല്ല കേട്ടോ, പേടിക്കണ്ട. കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത ഫിഅത്തൻ കസീറ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ ഇതിനു മുൻപ് വിജയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞു. ശേഷം റഹ്മാനായ റബ്ബ് പറഞ്ഞത് വല്ലാഹു മഅസ്വാബിരീൻ, വല്ലാഹു മഅസ്വാബിരീൻ, വല്ലാഹു മഅസ്വാബിരീൻ, ക്ഷമയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, തഖ്വയോടുകൂടി, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാണോ ക്ഷമിച്ച് ഈ ഭൂമിപ്പുറത്തുള്ള ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു തീർത്തത്, അവന്റെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ ആളുകൾ ലോകത്ത് എന്നും നിലനിൽക്കും, ഒരു സത്യത്തിന്റെ കക്ഷിയായി നിലനിൽക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വിമർശനത്തിന് അവരെ തളർത്താൻ ആവില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രകടമായി തന്നെ ദീനിന്റെ ഉറച്ച നിലപാടുകളിൽ നിൽക്കുന്ന ആളുകൾ
ഒരു കാലം ഉണ്ടാകും, എല്ലാ കാലത്തും ഉണ്ടാകും, അവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദുർറുഹും മൻ ഖദലഹും, അവർക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടുത്തുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന അവർക്ക് വന്നെത്തുന്നതുവരെ ആ ധൈര്യവും സ്ഥൈര്യവും മനോബലവും അവർക്ക് ഉണ്ടാകും, അവർക്ക് ആർജവം ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇത് വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന വലിയ ഫലമാണ്. ഇത് റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ ഏറ്റവും കഠിനമായ ആ കാലാവസ്ഥയിലും റഹ്മാനായ റബ്ബിനു വേണ്ടി പോരാടിയ ബദരീങ്ങളുടെ ചരിത്രമാണ്. അത് വിശ്വാസികൾക്ക് അനന്തരമായി നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്ത സഹായമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ആരെയാണ് റഹ്മാനായ റബ്ബ് സഹായിക്കുക? ആരെയാണ് റഹ്മാനായ റബ്ബ് സഹായിച്ചത്? പേരുകൊണ്ട് മുസ്ലിം ആയാൽ പോരാ, ആ പൊരുളിന്റെ അർത്ഥമനുസരിച്ച് ജീവിക്കണം. പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രവാചകനെയും സഹാബത്തിനെയും ഒരു യുദ്ധമുണ്ടാക്കിക്കൊണ്ട് വിജയിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇല്ല. കുൻ ഫയകുൻ. റഹ്മാനായ റബ്ബ് ഒന്നങ്ങ് വിചാരിച്ചാൽ അത് സംഭവിക്കും. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ആ കഠിനമായ കാലാവസ്ഥയിൽ, ആ റമളാനിൽ എന്തേ അത് സംഭവിച്ചത്? യുദ്ധം ഒരു പരീക്ഷണമാണ്. യുദ്ധം ഒരു പരീക്ഷണമാണ്. ജീവിതത്തിൽ ആദർശം ഒരു പരീക്ഷണമാണ്. അതിന് നിലപാടെടുക്കൽ ഒരു പരീക്ഷണമാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ആരെന്ന് അറിയാനുള്ള റഹ്മാനായ റബ്ബിന്റെ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അന്നുണ്ടായ ബദർ എന്ന്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻപുള്ളവരെയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ, സത്യം പറഞ്ഞവർ ആരൊക്കെയെന്ന് അല്ലാഹു അറിയുകയും ചെയ്യും ആ ദിനത്തിൽ. വലയഅലമന്നൽ കാദിബീൻ, കള്ളം പറഞ്ഞവൻ, നുണ പറഞ്ഞ് ജീവിച്ചവൻ ആരെന്നും അന്നവൻ അറിയും. അതിന് അല്ലാഹു സ്വീകരിക്കുന്ന മാനദണ്ഡമാണ് പരീക്ഷണം എന്നുള്ളത്. അത് വ്യക്തി ജീവിതത്തിലുണ്ടാകും, കുടുംബ ജീവിതത്തിലുണ്ടാകും, സാമൂഹിക ജീവിതത്തിലുണ്ടാകും. നാളെ മരണാനന്തരമുള്ള ജീവിതത്തിലേക്കുള്ള യാത്രക്ക് ഒരുക്കങ്ങൾ സ്വീകരിക്കുന്നതിൽ നീ പരാജയപ്പെട്ടിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ എന്ന പരീക്ഷണത്തിനാണ് അള്ളാഹു ഇത് നൽകിയിട്ടുള്ളത്. വിജയിക്കുന്ന കക്ഷികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികളെ, പരീക്ഷണത്തിന്റെ തീവ്രതക്കനുസരിച്ച് പ്രതിഫലം കൂടും. നാം അനുഭവിക്കുന്ന തീക്ഷണമായ പ്രതിസന്ധികൾക്കനുസരിച്ച് റഹ്മാനായ റബ്ബ് പ്രതിഫലം നൽകും. അല്ലാഹു ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകുക ഏറ്റവും കഠിനമായ പരീക്ഷണം ഉള്ള ആളുകൾക്കാണ്. ഒരു ഖൗമിനെ, ഒരു ജനതയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അല്ലാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷണത്തിൽ അവൻ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടാൽ നാളെ കോടതിയിൽ അല്ലാഹുവിന്റെ തൃപ്തിയും അവനുണ്ടാകും. വമൻ സഖിത്, ആരെങ്കിലും അതിൽ വെറുപ്പ് കാണിച്ചാൽ, അറപ്പ് കാണിച്ചാൽ, മടി കാണിച്ചാൽ, ഉള്ളിലേക്ക് വലിഞ്ഞാൽ ഫലഹു സുഖ്ത്, അവനാണ് പരാജയം, അവനാണ് നാശം, അവനാണ് അല്ലാഹുവിന്റെ കോപമുണ്ടാവുക എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമാണെന്ന തിരിച്ചറിവോടുകൂടി, ഞാനൊരു മുസ്ലിമായത് റഹ്മാനായ റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ ഈ ഭൂമി ലോകത്ത് ജനിപ്പിച്ചത് എന്ന തിരിച്ചറിവോടുകൂടി ഏത് കലുഷിതമായ അന്തരീക്ഷത്തിലും, ആരൊക്കെ മുസ്ലിമിനെ കാണുമ്പോൾ വെറുക്കണമെന്ന് പറഞ്ഞാലും, ആരൊക്കെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഈ പേര് സ്വീകരിച്ചതിന്റെ പേരിൽ നീ വെറുക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, റഹ്മാനായ റബ്ബിന്റെ പവിത്രമായ ഇസ്ലാമിന്റെ പ്രചാരകനും പ്രബോധകനും ജീവിക്കുന്ന പതിപ്പുമാണ് ഞാനെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെന്ന് പറയുന്നതാണ് യഥാർത്ഥ ജിഹാദ്. അതാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമത്, വിശ്വാസികളെ, ആരെയാണ് റഹ്മാനായ റബ്ബ് സഹായിക്കുക? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരെയാണ്. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ബദർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വദ്ദഅനി മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നിറവേറ്റി നൽകണം. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, റഹ്മാനെ നീ എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് അതിന്റെ അവസാനത്തെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർള്, അല്ലാഹുവേ ഈ ഒരു കൊച്ചു സംഘത്തെ, ബദറിലേക്ക് പോകുന്ന ഈ കൊച്ചു സംഘത്തെ, ദുർബലരായ ഈ സംഘത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ നാഥാ ഈ ഭൂമിയിൽ നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സംഘം പിന്നെ ഉണ്ടാവില്ല.
അത്രമാത്രം അള്ളാഹുവിനോട് വിനയപ്പെട്ടുകൊണ്ട് നാഥാ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. അള്ളാഹു കൊടുത്തു. നോക്കൂ നിങ്ങൾ, ബദർ ഉണ്ടായതിന് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാ ബദർ ഉണ്ടായത്, അല്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കൂല എന്നുള്ള വിഷയത്തിൽ മക്കാ മുശ്രിക്കുകൾക്ക് തർക്കമുണ്ടായിട്ടില്ല. അള്ളണ്ട് എന്നുള്ള വിഷയത്തിൽ അവർക്ക് തർക്കമുണ്ടായിട്ടില്ല. അള്ളയാണ് സഹായിക്കുന്നവൻ എന്ന വിഷയത്തിൽ തർക്കമുണ്ടായിട്ടില്ല. പക്ഷെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞിടത്താണ് തർക്കമുണ്ടായത്. നോക്കൂ നിങ്ങൾ, വല ഇൻ സഅൽതഹും, ഈ മക്കക്കാരോട് നീ ചോദിച്ചു നോക്ക് പ്രവാചകരെ. എന്താ ചോദിക്കണ്ടേ? മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്നൊന്ന് ചോദിച്ചു നോക്ക്. ലയഖൂലന്ന അല്ലാഹ്, അവർ നിഷേധിക്കൂല. നിരീശ്വരവാദികളല്ല അവർ. അള്ളയാണ് സഹായിക്കുന്നത്, അള്ളയാണ് സൃഷ്ടിച്ചത് എന്നവർ പറയും. പിന്നെ എന്തായിരുന്നു പ്രശ്നം? മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും വിശ്വാസവും തമ്മിൽ എന്താണ് വ്യത്യാസം? മക്കാ മുശ്രിക്കുകൾ കുടുങ്ങിയാൽ അല്ലാഹുവിനെ വിളിക്കും, രക്ഷപ്പെട്ടാൽ മരിച്ചുപോയ മഹത്തുക്കളെയും വിളിക്കും. നോക്കൂ നിങ്ങൾ, ഫഇദാ റഖബൂ ഫിൽ ഫുൽക്ക്, അവർ യാത്രയിൽ കടലിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണ ഇഖ്ലാസോട് കൂടി അല്ലാഹ് എന്നവർ വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവരങ്ങനെ ഭൂമിപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സാവകാശത്തോട് ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഫഇദാ ഹും യുശ്രികൂൻ, അപ്പോൾ അവരദാ ശിർക്ക് ചെയ്യുന്നു. ആ കഅബാലയത്തിന്റെ ഉള്ളിൽ അവർ ഓരോ ദിനത്തിന് പ്രത്യേകമായി ബിംബങ്ങൾ ഉണ്ടാക്കി. മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമയുടെ ഫോട്ടോയും ഒക്കെ ആ കഅബാലയത്തിന്റെ ഉള്ളിൽ അവർ വളരെ ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടി, പ്രാർത്ഥനയോടു കൂടി, ഇബാദത്തോടു കൂടി കൊണ്ടു നടന്നിരുന്നു. അതിനെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തത്. ബദറിലും അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചത് സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണമേ എന്നാണ്. ആ മനുഷ്യന്റെ തല ഉരുണ്ടുരുണ്ടങ്ങനെ പോകുന്നത് ബദറിൽ കണ്ടിട്ടുണ്ട്. ആരായിരുന്നു സത്യം? നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മക്കാ മുശ്രിക്കുകൾക്ക് 3 ന്യായമുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മാ നഅബുദുഹും, നാം ഇവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എളുപ്പം എത്തിക്കാൻ വേണ്ടി, അടുപ്പുണ്ടാകാൻ വേണ്ടി അള്ളാഹിനോട് അടുപ്പല്ല ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാണ് എന്നവർ പറഞ്ഞിരുന്നു. രണ്ടാമത് അവർ പറഞ്ഞത് ശുപാർശക്കാരാണ് എന്നാണ്. നാളെ ഇവരെ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നാണ്. ഹഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, നാളെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവൻ സ്വർഗാവകാശിയാണ്, എന്റെ കൂടെ കയറ്റി എന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയ മഹത്തുക്കൾ ഞങ്ങൾ കൊണ്ടുപോകും എന്നവർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, അവർ പറഞ്ഞിരുന്നു ഇത് പ്രാർത്ഥനയല്ല സഹായതേട്ടമാണ് എന്ന്, അല്ലെ? അവരും പറഞ്ഞിരുന്നു വാദം, അല്ലെ? ഞങ്ങൾ അവരുടെയൊക്കെ സഹായം തേടൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ്, അല്ലെ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. കാരണം എന്താ അറിയോ? ബദറിൽ ബദരീങ്ങൾ സഹായം തേടിയത് അള്ളാഹുവിനോടാണ്. കാരണം എന്താ? കാര്യകാരണങ്ങൾക്ക് അപ്പുറത്ത് റഹ്മാനായ റബ്ബിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. ഇത് തസ്തഗീസൂന റബ്ബക്കും, അവർ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ ഇറങ്ങി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് നാം ഉത്തരം നൽകി എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത് ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള റഹ്മാനായ റബ്ബെ സഹായിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹ് കൊടുത്ത് മരിച്ചുപോയ മഹത്തുക്കൾക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ യാ ഇബ്രാഹിം എന്ന് ആ പരിശുദ്ധ ഭൂമിയിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമായിരുന്നു, അല്ലേ? ആ വിശ്വാസത്തിന്റെ പവിത്രതയാണ് ബദറിൽ അള്ളാഹു സഹായിച്ചതെങ്കിൽ നമ്മെയും ആ വിശ്വാസം കൊണ്ട് മാത്രമേ അള്ളാഹു സഹായിക്കൂ. നോക്കൂ നിങ്ങൾ, ഈ കൊടുത്ത കഴിവിന്റെ അപകടം എവിടെ എത്തി, അല്ലെ? CM മട ഒരു പടച്ചോനാണെന്ന് പാട്ടെഴുതി പാടി നടക്കുന്ന ഒരു ഖൗമ് ഈ നാട്ടിൽ ഉണ്ടായില്ലേ? അതാണ് വിശ്വാസം തെറ്റിപ്പോയാലുള്ള കാരണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു കഴിവ് റഹ്മാനായ റബ്ബ് ആർക്കും കൊടുത്തിട്ടില്ല. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അള്ളാഹു അവരിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. വിശ്വാസികളെ, അല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. നമ്മുടെ വിശ്വാസം സ്വർഗത്തിന്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ ബദരീങ്ങളുടെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി. അത് പഠിച്ചു മനസ്സിലാക്കി ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ തൗഹീദിനെ ജീവിതത്തിലേക്ക് ചേർക്കാൻ നമുക്ക് കഴിയണം. ഇന്നോ ബദർ ദിനത്തിൽ പോലും, അല്ലെ, തൗഹീദിന് വേണ്ടി
തൗഹീദിന് വേണ്ടി അടരാടിയ ആ ബദർ ദിനത്തിൽ പോലും യാ അഹ്ലു ബദർ ശുഹദാ എന്ന് വിളിച്ച് കരഞ്ഞ് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്ന ഖൗമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർക്ക് അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി നേർച്ച ബലിമൃഗങ്ങളെ തയ്യാറാക്കി, ഭക്ഷണം തയ്യാറാക്കി ആ ദിനത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ പോരിശയും നേർച്ചയും നടത്തുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുപാടും ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹ്, അല്ലാഹു വിരോധിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ബലിയർക്കുക എന്നുള്ളത് അല്ലാഹ് ശപിച്ച കാര്യമാണ്. നോക്കൂ, അള്ളാന്റെ പേരിൽ ബലിയർക്കാൻ പാടുള്ളൂ. അല്ലാത്തത് റഹ്മാനായ റബ്ബിന് ഇഷ്ടമല്ലാത്തതാണ്. ആരെങ്കിലും അതിന് സംഭാവന കൊടുക്കാനും ആരെങ്കിലും നേർച്ചക്ക് തന്നിട്ട് ചിന്തിച്ചോളയും. അള്ളാന്റെ റസൂല് നിരോധിച്ച കാര്യം. അള്ളാനെ അനുസരിക്കാനാണ് ഒരാൾ നേർച്ച നേർന്നതെങ്കിൽ അതവൻ പാലിക്കട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് നേർച്ച നേർന്നതെങ്കിൽ ഫലാ യഅസി, അതും പാലിക്കാതിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ വരുന്ന ബദറിനെ, ഈ ബദർ ദിനത്തെ നമ്മൾ തീർച്ചയായും അള്ളാഹു പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കണം. അല്ലെ, അന്ന് പ്രത്യേകം വിരുന്നു പോകാനും പ്രത്യേകം യാത്ര പോകാനും അന്ന് പ്രത്യേകമായ പോരിശുണ്ടെന്ന് വിചാരിച്ച് നടക്കുക. എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്നത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അതാണ് ആദർശം. അല്ലാഹു മാത്രമാണ് ആരാധനക്കാർ. ഖുൽ, നീ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുക. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയില്ല, ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിൽ യാതൊന്നിനെയും ഞാൻ വിളിച്ച് ആ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകന്റെ നൂറുകണക്കിന് പ്രാർത്ഥനകൾ നാം പഠിക്കുന്നു. റബ്ബനാ, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, എന്നും ഫാത്തിഹ സൂറത്തോതി 17 തവണ നമ്മളെ കൊണ്ട് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് റഹ്മാനായ റബ്ബിന്റെ കൂടെ മറ്റൊന്നിനെ നാം ചേർക്കുക എന്നുള്ളത്. അത് ശിർക്കാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ നിഷിദ്ധമായ. സഹോദരങ്ങളെ, ആ ഒരു ബേജാറ് കൊണ്ടാണ് ഈ ആയത്തും ഈ ഹദീസും ഈ ബദറിന്റെ ചരിത്രവും എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം മാറണം, നമ്മുടെ കുടുംബത്തെ മാറ്റണം, നമ്മുടെ നാടിനെ മാറ്റണം. ഒരാളും നരകത്തിൽ പോയിക്കൂടാ. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ കിഡ്നി മാറ്റിവെക്കലോ അവന്റെ രോഗത്തിന് സഹായം നൽകലോ മാത്രമല്ല, ആ മനുഷ്യനെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവന്റെ കയ്യിലുള്ള ഐക്കല്ലും ഏലസും പറിച്ചെറിഞ്ഞ് അല്ലാഹ് എന്ന് വിളിപ്പിക്കാൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ പൊരുൾ മനസ്സിലാക്കി ജീവിച്ച് കലിമ ചൊല്ലി മരിക്കാൻ പ്രാപ്തനാക്കുക എന്നതാണ് വിശ്വാസികളെ ബദർ നമ്മോട് സംസാരിക്കുന്നത്, പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. സഹാബത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെ. എങ്കിൽ നമുക്കെന്തുകൊണ്ട് മാറിക്കൂടാ? നമുക്കെന്തുകൊണ്ട് ദീന് പഠിച്ചുകൂടാ? നമുക്കെന്തുകൊണ്ട് ഈ തൗഹീദ് മനസ്സിലാക്കിക്കൂടാ? ശടിച്ചു നിൽക്കല്ലേ. ആരും ഒറ്റപ്പെട്ടു പോകില്ല, ആരും അകറ്റി നിർത്തപ്പെടുകയില്ല. ഞാൻ നശിച്ചു പോകുന്ന പേടി വേണ്ട. റഹ്മാനായ റബ്ബിന്റെ വിശ്വാസം മനസ്സുറച്ച് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഖരീബ്, ഏറ്റവും സമീപസ്ഥമാണ് ആ സഹായം എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ചില ചിന്തകൾ ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ബദ്രീങ്ങളെ സ്നേഹിക്കാൻ ഒരു ബദ്രീങ്ങളുടെ ആണ്ട് വേണ്ടേ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ബദറിന് ശേഷം പ്രവാചകനും സഹാബത്തും ജീവിച്ചിരുന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ബദ്രീങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത പ്രവാചകനാണ്. പ്രവാചകൻ റമളാൻ 17 പ്രത്യേകമായ ഒരു ദിക്ർ ഹൽക്കയോ പ്രാർത്ഥനയോ ഒന്നിച്ചിരിപ്പോ ഭക്ഷണമോ പഠിപ്പിച്ചിട്ടില്ല.
അത് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ദീനിൽ ബിദ്അത്താണ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്? അത് സൂറത്ത് ഫാത്തിഹയിൽ തന്നെ ഉണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ല സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ചല്ലേ നമ്മൾ ചോദിക്കുന്നത്, പടച്ചോനെ റഹ്മാനെ എന്നെ നേരായ മാർഗത്തിൽ നയിക്കണമേ. തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് സുബഹി കഴിഞ്ഞിട്ട് ളുഹറിന് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്, തെറ്റോന്ന് പേടിച്ചിട്ട് അസർ തേടി വരുന്നത് അല്ലേ? അല്ലെങ്കിൽ വരുമോ നമ്മള്? അത്രമാത്രം തെറ്റല്ല സാധ്യത കണ്ട് പിശാച് അത്രമാത്രം നമ്മെ വഴികേടിലാക്കും. ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെ ബാക്കി എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പടച്ചോനെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആ അനുഗ്രഹിച്ചവരുടെ മാർഗാര അത് പ്രവാചകന്മാരുടെ മാർഗ, സ്വാലിഹീങ്ങളുടെ മാർഗ, സച്ചരിതരുടെ മാർഗ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമൻ യുത്ഇല്ലാഹ വറസൂൽ. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചത് പ്രകാരം ഇത്താഅത്ത് നടത്തിയാൽ, അനുസരണം നടത്തിയാൽ, ജീവിതത്തിൽ പിന്തുടർന്നാൽ, അതാണ് 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിച്ചാൽ, പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ, പഠിപ്പിച്ചതുപോലെ ഹജ്ജ് നിർവഹിച്ചാൽ, പഠിപ്പിച്ചതുപോലെ നോമ്പനുഷ്ഠിച്ചാൽ, പഠിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും കഴിച്ചുകൂട്ടിയാൽ, അതാണ് ആ ആയത്തിന്റെ അർത്ഥം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ ഏതൊരാളാണോ പിൻപറ്റുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവൻ മരണശേഷം ഫഉലൈക അക്കൂട്ടർ മഅല്ലദീന ഒരു കൂട്ടരുടെ കൂടെയായിരിക്കും, അൻഅമല്ലാഹു അലൈഹിം അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. നാം എന്താ ചോദിച്ചത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കണമേ, നേരായ മാർഗത്തിലാക്കണമേ എന്നല്ല ചോദിച്ചത്. ആ മാർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ആ മാർഗത്തിലാക്കും. അൻഅമല്ലാഹു അലൈഹിം, അവർ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂടെയായിരിക്കും. മിനൻ നബിയീൻ, നബിമാരുടെ കൂടെ, വസ്സുദ്ദീഖീൻ, സത്യസന്ധരുടെ കൂടെ, വശുഹദാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്ത് മരണപ്പെട്ടു പോയ ബദരീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഹസ്ന ഉലൈക റഫീഖ, ഒരു മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൗഹൃദമായിരിക്കും അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നൽകുക. എന്താ അല്ലാഹു വെച്ച മാനദണ്ഡം? വമൻ യുത്ഇല്ലാഹ വറസൂൽ. പഠിക്കണേ സഹോദരങ്ങളെ, പഠിക്കണേ, അറിയണേ. അല്ലാഹു പറഞ്ഞ ഇതാഅത്ത് എന്താ? അല്ലാഹു പറഞ്ഞ ഖുർആനിലുള്ള കൽപ്പനകൾ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ജീവിത മാർഗം, അത് ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിച്ചാൽ അള്ളത്തിക്കും. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട. മരിച്ചുപോയ മഹത്തുക്കൾക്ക് അവർ ചെയ്ത അമലുകൾക്ക് പ്രതിഫലം റഹ്മാനായ റബ്ബ് കൊടുക്കും. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് ഹജ്ജ് ചെയ്ത് സകാത്ത് കൊടുത്ത് പോകേണ്ടി വരുമോ എന്ന് ഒരാവർത്തിയല്ല 1000 ആവർത്തി സ്വന്തത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അതേപടി ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കണം. അതാണ് സ്വാലിഹീങ്ങൾ. അവരാണ് സത്യസന്ധർ, അവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറെ മുൻകടന്നു പോയവർ. ആ മാർഗത്തിലൂടെ കടന്നു പോയാൽ നമുക്കും കിട്ടും സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. ഈ പരിശുദ്ധ റമളാനിലെ ഓരോ ദിനരാത്രങ്ങളും അതിലേക്കാണ് വിളിക്കുന്നത്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ ഒത്തവിടെത്തി സഹോദരങ്ങളെ, അല്ലേ? റമളാനിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആരംഭശൂരത്വം തറാവീഹിൽ നഷ്ടപ്പെട്ട് ഞാനും നിങ്ങളും അല്ലേ അങ്ങാടിയിലെ തെരുവോരങ്ങളിലെ സോഡയും കുടിച്ച് നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയത് എന്തേ? ഈ വിശ്വാസം മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാഞ്ഞിട്ടാ, നാട്ടിലെ ആചാരങ്ങൾക്ക് പിന്നാലെ പോയത് കൊണ്ടാ. മറിച്ച് ഇതെന്നെ നരകത്തിൽ നിന്ന് 70 ഘാതം 70 വർഷക്കാലമുള്ള യാത്രാദൂരം അകറ്റുമെന്ന് എന്റെ മുത്ത് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കകരണം, നരകത്തിൽ നിന്ന് ഓടി ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ പള്ളിയിലുണ്ടാകും, ഖുർആനിന്റെ മുമ്പിലുണ്ടാകും, ദീന് പഠിക്കാനുണ്ടാകും, ശിർക്ക് ഉണ്ടാവില്ല, ബിദ്അത്ത് ഉണ്ടാവില്ല, അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കും. ഉണ്ടോ? നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇത് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം.
പിശാചിനെ ബന്ധിച്ച ഈ മാസത്തിലും നമുക്ക് പവിത്രമായ വിശ്വാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിശ്വാസികളെ ഇനി സാധിക്കൂല കേട്ടോ, ഇനിയൊരു അവസരം കിട്ടൂല. അടുത്ത റമളാനിന് മുമ്പ് നാം തീർന്നു പോകുമോ എന്ന് ഭയപ്പെടണം. അടുത്ത വെള്ളിക്ക് മുമ്പ് നാം അവസാനിക്കുമോ എന്ന് തീരുമാനിക്കണം. അടുത്ത അസറിന് മുമ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത അത്രമാത്രം ദുർബലരായ നമ്മൾ ഈ പവിത്രമായ വിശ്വാസത്തെ നെഞ്ചേറ്റ് ജീവിച്ച് കലിമ ചൊല്ലി മരിച്ചാൽ സ്വർഗമാണ്. അള്ളാഹ് ഏൽപ്പിച്ച പ്രവാചകന്മാരുടെ കൂടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാൻ നമുക്ക് പറ്റും. സാധ്യമാണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട് നാം കണ്ടെത്തിയേ പറ്റൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാല ജീവിതം വളരെ മോശമായിരുന്നു, കഴിഞ്ഞ വർഷം വളരെ മോശമായിരുന്നു, കഴിഞ്ഞ മണിക്കൂറുകൾ മോശമായിരുന്നു. എല്ലാം റഹ്മാനെ നിനക്കറിയാലോ. ഇനിയുള്ള എല്ലാ ഇബാദത്തുകളും നീ ഖബൂൽ ചെയ്ത് ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ സ്വീകരിച്ച് തൗബ സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാക്കി ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു സഹോദരങ്ങൾ, അവരുടെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ. ഇനിയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹുവേ ഖുർആനിന്റെ കൂടെ, ഇബാദത്തിന്റെ കൂടെ സഞ്ചരിച്ച് ഏറ്റവും നല്ല മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.